ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് എടുക്കാൻ പോകുന്നത് ക്ലാസ് 9th ഇംഗ്ലീഷ് ചാപ്റ്റർ ഫസ്റ്റ് യൂണിറ്റ് 1 ഹവേഴ്സ് ആൻഡ് ഇയേഴ്സിലെ ഹാഫ് എ ഡേ. ഓക്കെ, അപ്പോൾ എൻ്റെ കഴിഞ്ഞ ക്ലാസ്സൊക്കെ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കതൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ നിങ്ങളെ ഫ്രണ്ട്സുമായിട്ടൊന്ന് ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഹവേഴ്സ് ആൻഡ് ഇയേഴ്സ്. Time present and time past are both perhaps present in the time future and time future contained in the time past. ഓക്കെ, അപ്പോൾ ഈ ഒരു യൂണിറ്റിൽ 3 ചാപ്റ്റേഴ്സ് ഉണ്ട്. ഈ 3 ചാപ്റ്റേഴ്സിലും പറയുന്നത് ടൈമിനെ കുറിച്ചാണ്. ഓക്കെ, ടൈം ആൻഡ് ഹവേഴ്സ് കുറിച്ചാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ലൈൻസ് എഴുതിയിരിക്കുന്നത് T.S. എലിയോട്ടാണ്. എന്താണ് ഇതിൽ? ടൈം പ്രസൻറ്റ് ആൻഡ് ടൈം പാസ്റ്റ് ആൻഡ് ബോത്ത് പെർഹാപ്സ് പ്രസൻറ്റ് ഇൻ ടൈം ഫ്യൂച്ചർ. അപ്പോൾ എന്താണ്? പ്രസൻറ്റ് ഉണ്ട്, പാസ്റ്റ് ഉണ്ട്, ഫ്യൂച്ചർ ഉണ്ട്, അല്ലേ? അപ്പോൾ ഇതൊക്കെ ഈ പ്രസൻറ്റ്, പാസ്റ്റ്, ഫ്യൂച്ചറൊക്കെ ഇൻ്റർ കണക്റ്റഡ് ആണ്, അല്ലേ? ഇൻ്റർ കണക്റ്റഡ് ആയിട്ടാണ് ഇരിക്കുന്നത്, അല്ല? ചിലപ്പോഴൊക്കെ നമുക്ക് തോന്നാറില്ലേ, നമ്മൾ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഇത് മുമ്പ് എവിടെയോ ഈ ഒരു സെയിം സിറ്റുവേഷൻ കഴിഞ്ഞിട്ടുണ്ട് എന്നൊക്കെ നമുക്ക് തോന്നാറുണ്ട്, അല്ലേ? അപ്പോൾ അങ്ങനെയാണ് ഈ പ്രസൻറ്റ്, പാസ്റ്റ്, ഫ്യൂച്ചറൊക്കെ എന്താണ്? ഇൻ്റർ കണക്റ്റഡ് ആണ്. ടൈം ഫ്യൂച്ചർ കണ്ടെയ്ൻ ദ ടൈം പാസ്റ്റ് എന്ന് വെച്ചാൽ അതാണ് കേട്ടോ. നമ്മൾ മുമ്പ് കഴിഞ്ഞ നമ്മളിപ്പോൾ ഇങ്ങനെ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ ഇരിക്കുന്ന സമയത്ത് മുമ്പ് ഇങ്ങനെ കഴിഞ്ഞു പോയിട്ടുണ്ടല്ലോ എന്ന് തോന്നുന്നതാണ് ആ നെക്സ്റ്റ് ലൈൻ. ഓക്കെ, അപ്പം നമുക്ക് ചാപ്റ്ററിലോട്ട് കിടക്കാം. ഹാഫ് എ ഡേ. നഗീബ് മെഹ്ഫൂസ് ആണ് ഇത് എഴുതിയിരിക്കുന്നത്. ഓക്കെ, ലെറ്റ് us start class. I proceeded alongside my father, clutching his right hand, running to keep up with his long strides. All clothes were new. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാപ്റ്ററിലൂടെ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, ആദ്യം ഇതിൽ ഒരു ഓഥർ, നരേറ്റർ ഒരു കുട്ടിയായിട്ടാണ് ഇതിലുള്ളത്. ഓക്കെ, എന്നിട്ട് ഇതിൻ്റെ ഒരു മിഡിലെത്തിയപ്പോൾ എന്തായി മാറുന്നു? കുറച്ചും കൂടി നമ്മുടെ ഒരു മിഡിൽ ഏജ് ആയിട്ട് മാറുന്നു. പിന്നെ അറ്റ് ദ എൻഡ് ഓഫ് ദ സ്റ്റോറിയിൽ ഈ കുട്ടി തന്നെ എന്താണെന്നോ ഒരു പ്രായമുള്ള ഒരാളായിട്ട് മാറുന്നു. അങ്ങനെയാണ് ഈ ഒരു സ്റ്റോറി. എന്ന് വെച്ചാൽ നമ്മുടെ ടൈം, അല്ലേ? എങ്ങനെയാണ് ടൈം ഫ്ലൈ ചെയ്യുന്നത്, അതിനനുസരിച്ചിട്ടാണ് ഹവേഴ്സിൻ്റെയും ടൈംസിൻ്റെയും ഒക്കെ വാല്യൂസാണ് ഈ ഒരു ചാപ്റ്ററിലൂടെ പറയുന്നത്. I proceeded alongside my father, clutching his right hand, running to keep up his long strides. All my clothes were new, the black shoes, the green school uniform and red tarbush. Okay. അപ്പോൾ ഇതിൽ നരേറ്റർ എന്താണ്? ഒരു കുട്ടിയാണല്ലേ ഇതിൽ. ഓക്കെ, അപ്പോൾ ഐ പ്രൊസീഡ് അലോങ് സൈഡ് മൈ ഫാദർ, ഞാൻ എൻ്റെ ഫാദറിൻ്റെ കൂടെ, ക്ലച്ചിങ് ഈസ് റൈറ്റ് ഹാൻഡ് ഇങ്ങനെ മുറുകെ പിടിച്ച് പോവുകയാണ്. ലേണിംഗ് ടു കീപ്പ് അപ്പ് വിത്ത് ഹിസ് ലോങ് സ്ട്രൈഡ്സ് എന്ന് വെച്ചാൽ അപ്പം നടക്കുമ്പോൾ അച്ഛന് നടക്കുന്നത് കാലടി പാടുകൾ കുറച്ച് ഇങ്ങനെ ലോങ് ആയിരിക്കും, അല്ലേ? അപ്പോൾ അത് അച്ഛൻ്റെ കൂടെ നടന്നെത്താൻ വേണ്ടി ഇങ്ങനെ ഇതാണ്, ദാറ്റ് മീൻസ് ലോങ് സ്ട്രൈഡ്സ്. ഓക്കെ, ഓൾ മൈ ക്ലോത്ത്സ് വെയർ ന്യൂ. എൻ്റെ ഡ്രസ്സൊക്കെ പുതിയതാണ്. ദ ബ്ലാക്ക് ഷൂസ്, ദ ഗ്രീൻ school uniform and the red tarbush. My delight in my new clothes, however, was mixed, for this was not feast day. അപ്പോൾ അവന് പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ട്, പുതിയ ഷൂസൊക്കെ ഇട്ടിട്ടുണ്ട്. ബട്ട് മൈ ഡിലൈറ്റ് ഇൻ മൈ ന്യൂ ക്ലോത്ത്സ്, എൻ്റെ സന്തോഷം, പുതിയ ഡ്രസ്സിൽ എൻ്റെ സന്തോഷം എന്ന് പറയുന്നത് ഒരു മിക്സ്ഡ് ആണ്. ഹവെവർ മസ് മിക്സ്ഡ്, ഫോർ ദിസ് വാസ് നോ ഫീസ്റ്റ് ഡേ. എന്ന് വെച്ചാൽ ഇതൊരു ഫീസ്റ്റ് ഡേ ഒന്നും അല്ല, പെരുന്നാൾ ദിവസമൊന്നും അല്ല. But the day on which I was to be cast into school for the first time. ഞാനിന്ന് ആദ്യമായിട്ട് സ്കൂളിൽ പോകുന്ന ദിവസമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവന് അത്ര വലിയ സന്തോഷമൊന്നുമില്ല. ഓക്കെ,
പുതിയ ഡ്രസ്സുണ്ട്, ഷൂസുണ്ട് ഒക്കെ ഉണ്ടെങ്കിലും കൂടി ഇന്ന് ഞാൻ ആദ്യമായിട്ട് സ്കൂളിൽ പോകുന്ന ദിവസമായത് കൊണ്ടാണ് അല്ലേ. ഇവൻ്റെ മനസ്സിൽ അത്ര വലിയ സന്തോഷമൊന്നുമില്ല. My mother stood at the window watching us, and I would turn towards her from time to time appealing for help. അപ്പോൾ അച്ഛൻ്റെ കൈ പിടിച്ച് ഇവന് സ്കൂളിൽ പോകുമ്പോൾ എന്താണ് മദർ വിൻഡോയിലൂടെ ഇങ്ങനെ ഇവനെ നോക്കുന്നുണ്ടല്ലേ. അപ്പോൾ അവനിങ്ങനെ തിരിഞ്ഞു തിരിഞ്ഞ് അമ്മയെ നോക്കുകയാണ്. എന്തിനാണ്? അപ്പീലിംഗ് ഫോർ ഹെൽപ്പ്. അച്ഛന് സ്കൂളിൽ കൊണ്ടുപോകുന്നല്ലേ. അപ്പോൾ സ്കൂളിൽ പോകാൻ ഇവന് താല്പര്യമില്ല അന്നത്തെ കുട്ടിയായ. അപ്പോൾ അമ്മയെ നോക്കിയിട്ട് ഹെൽപ്പിന് വേണ്ടിയിട്ട് ഇങ്ങനെ തിരിഞ്ഞു നോക്കിയാണ്. We walked along street line with the gardens on both sides were extensive field planted with crops, prickly pears, henna trees and few date palm. അപ്പോൾ അവന് സ്കൂളിൽ പോകുന്ന വഴികളിലൊക്കെ എന്താണുള്ളത്? നല്ല ഫുൾ ബോത്ത് സൈഡ്സിൽ നല്ല പ്ലാന്റഡ് വിത്ത് ക്രോപ്സ്. നല്ല ക്രോപ്സൊക്കെ ഉണ്ട്. പിന്നെ എന്താണ്? ഹെന്ന ട്രീസ്, മൈലാഞ്ചി ചെടികളുണ്ട്. പിന്നെ ഡേറ്റ് പാംസ്. അങ്ങനെ നല്ല വഴിയിലൂടെയാണ് ഇവർ സ്കൂളിലേക്ക് നടന്നു പോകുന്നത്. Why school? I challenged my father openly. I shall never do anything to annoy you. എന്തിനാണ് സ്കൂൾ? കുട്ടി ചോദിക്കുകയാണ് അച്ഛനോട് സ്കൂളിൽ പോകുന്ന സമയത്ത്. ഐ ചലഞ്ച്ഡ് മൈ ഫാദർ ഓപ്പൺലി. ഐ ഷാൽ നെവർ ഡു എനിത്തിങ് ടു യു അനോയ് യു. ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിൽ ഒന്നും ചെയ്യുകയില്ല. എന്തിനാണ് എന്നെ സ്കൂളിൽ പോകുന്നത്? അപ്പോൾ എന്താണ് കുട്ടി വിചാരിക്കുകയാണ് ഞാൻ എന്തോ ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്യുന്നത് കൊണ്ടാണ് എന്നെ സ്കൂളിൽ കൊണ്ടുപോകുന്നത്. സ്കൂളെന്ന് വെച്ചാൽ കുട്ടി വിചാരിക്കുന്നത് ഒരു മോശമായ സ്ഥലമാണെന്നാണ്. ഓക്കെ. I am not punishing you, am I? He said, he laughing. School is not a punishment. അപ്പോൾ കുട്ടി സ്കൂളിലേക്ക് അയക്കുന്നത് ഒരു പണിഷ്മെൻ്റ് ആണെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ പറയാണ്, അച്ഛനിങ്ങനെ ചിരിച്ചുകൊണ്ട് പറയാണ്, ഐ എം നോട്ട് പണിഷിങ് യു. ഞാൻ നിന്നെ പണിഷ് ചെയ്യുന്നതല്ല. സ്കൂൾ ഈസ് നോട്ട് എ പണിഷ്മെൻറ്റ്. സ്കൂൾ എന്ന് പറയുന്നത് ഒരു പണിഷ്മെൻറ്റ് പ്ലേസ് അല്ല. ഇറ്റ് ഈസ് ദ ഫാക്ടറി that make useful people out of children. Don't you want to grow up? ഇതൊരു ഫാക്ടറി. അവിടെ യൂസ്ഫുൾ പീപ്പിളിനെ ഔട്ട് ഓഫ് ചിൽഡ്രൻസിനെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള പീപ്പിളായിട്ട് മാറ്റുന്ന ഒരു സ്ഥലമാണ് എന്ത് സ്കൂൾ എന്ന് പറയുന്നത്. അപ്പോൾ ഡോണ്ട് യു വാണ്ട് ടു ഗ്രോ അപ്പ്? നിനക്ക് വലുതാവണ്ടേ, നല്ലൊരു കുട്ടിയായി വളരണ്ടേ എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. അച്ഛനും മോനും കൂടി പോവുകയാണ് അല്ലേ. രണ്ട് സൈഡിൽ നിറയെ ക്രോപ്സ്, നല്ല ഫ്ലവേഴ്സൊക്കെയുള്ള നല്ലുണ്ട്. പിന്നെ ഡേറ്റ് പാംസ് ഉണ്ട് അല്ലേ. അങ്ങനെ നല്ലൊരു വഴിയിലൂടെ ഇവർ നടന്നു പോകുമ്പോൾ അവർ തമ്മിലുള്ള സംഭാഷണമാണ് പറഞ്ഞത്. നെക്സ്റ്റ്. I was not convinced. I did not believe that there was really any good to be had in tearing me away from intimacy of my home and throwing me into this building. It looked like some huge high-walled fortress, stern and grim. അപ്പോൾ ഇവന് സ്കൂളിലെത്തിയല്ലേ. അപ്പോൾ ഐ വാസ് നോട്ട് കൺവിൻസ്ഡ്. ഇവന് ഈ അച്ഛന് പറഞ്ഞില്ലേ ഞാൻ നിന്നെ പണിഷ് ചെയ്യുന്നല്ല, ഇറ്റ് ഈസ് നോട്ട് എ പ്ലേസ് ഫോർ പണിഷ്മെൻറ്റ്. അത് അവന് ബോധ്യപ്പെട്ടില്ല. ഓക്കെ. ഐ വാസ് നോട്ട് കൺവിൻസ്ഡ് എന്ന് വെച്ചാൽ ബോധ്യപ്പെടുക. ഐ ഡിഡ് നോട്ട് ബിലീവ്, ഞാൻ വിശ്വസിച്ചില്ല. അച്ഛൻ പറഞ്ഞത് ഞാൻ വിശ്വസിച്ചില്ല. ദർ വാസ് റിയലി എനി ഗുഡ് ടു ബി ഹാഡ് ഇൻ ടിയറിങ് മീ അവേ ഫ്രം ഇൻറ്റിമസി ഓഫ് മൈ ഹോം ആൻഡ് ത്രോയിങ് മീ ഇൻ ടു ദിസ് ബിൽഡിംഗ്. ഈ ബിൽഡിങ്ങിൽ അത്ര നല്ല വലിയ കാര്യമുണ്ടെന്ന് ഞാൻ വിശ്വസിച്ചില്ല. ഇറ്റ് ലുക്ക്ഡ് ലൈക്ക് സം ഹ്യൂജ് ഹൈ വാൾ ഫോർട്രസ് സ്റ്റേൺ ആൻഡ് ഗ്രിം. ഇത് വലിയൊരു കോട്ട പോലെ അല്ലേ, അങ്ങനെയാണ് ഇവനക്ക് തോന്നിച്ചത്. When we arrived at the gate, we could see the courtyard, vast and crammed full of boys and girls. Go in by yourself, said my father, and join them. Put a smile on your face and be a good example to others, won't you? അപ്പോൾ അവർ സ്കൂളിലെത്തിയല്ലേ. സ്കൂളിലെത്തിയിട്ട് സ്കൂളിൻ്റെ ഗേറ്റിൽ മുമ്പിൽ വച്ചിട്ട് പറഞ്ഞു, കുഡ് യു സീ ദ വി കുഡ് സീ ദ കോർട്ട്യാർഡ്. അതിൻ്റെ വരാന്തൊക്കെ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിറയെ ഫുൾ ഓഫ് ബോയ്സ് ആൻഡ് ഗേൾസ് ആയിരുന്നു
അല്ലേ? സ്കൂൾ മുറ്റം നിറയെ കുട്ടികളായിരുന്നു. പിന്നെന്താണ്, അപ്പം അച്ഛൻ ഇവനോട് പറയാണ്, ഗോ ഇൻ ബൈ യുവർ സെൽഫ്, ഇനി നീ അകത്തേക്ക് ഒറ്റയ്ക്ക് പോ, സെഡ് മൈ ഫാദർ, ആൻഡ് ജോയിൻ ദം, അവരുടെ കൂടെ ജോയിൻ ചെയ്യേ, സ്മൈൽ, പുട്ട് എ സ്മൈൽ ഓൺ യുവർ ഫേസ്. ഇവന് ഇങ്ങനെ ഒരു അത്ര ഒരു താല്പര്യമില്ലാത്ത സ്കൂളിൽ പോവുകയാണല്ലേ. അപ്പോൾ ഫാദർ പറയാണ്, പുട്ട് എ സ്മൈൽ ഓൺ യുവർ ഫേസ്, ഒരു പുഞ്ചിരി മുഖത്ത് വെക്കുക, എന്നിട്ട് ബി എ ഗുഡ് എക്സാമ്പിൾ ടു അതേഴ്സ്, മറ്റുള്ളവർക്ക് നല്ലൊരു എക്സാമ്പിൾ, ഒരു പാഠമാകണം, വോണ്ട് യു, അങ്ങനെ ആവണ്ടേ എന്ന് ചോദിക്കുകയാണ്. I hesitated and clung to his hand, but he gently pushed me from him. Behold, he said, be bold, he said. Today you truly begin your life. You will find me waiting for you when it is time to leave. ഓക്കെ, അപ്പോൾ അവന് ഹെസിറ്റേറ്റഡ് ആണ് അല്ലേ, അവന് സ്കൂളിൽ പോകണ്ട. ഹി ക്ലങ് ടു ഹിസ് ഹാൻഡ്, അവന് അച്ഛനെ ഇങ്ങനെ മുറുകെ പിടിച്ചു. പക്ഷേ അച്ഛൻ എന്ത് ചെയ്തു, ഹി ജെൻറ്റ്ലി പുഷ്ഡ് മീ ഫ്രം ഹിം, അങ്ങനെ അവനെ പുഷ് ചെയ്തു. എന്നിട്ട് പറയാണ്, ബി ബോൾഡ്, നല്ല ബോൾഡായിരിക്കണം. ഹി സെഡ്, ടുഡേ യു ട്രൂലി ബിഗിൻ യുവർ ലൈഫ്, ഇന്നാണ് യഥാർത്ഥത്തിൽ നീ നിൻ്റെ പുതിയൊരു ജീവിതം തുടങ്ങാൻ പോകുന്നത് അല്ലേ. യു വിൽ ഫൈൻഡ് മീ വെയിറ്റിംഗ് ഫോർ യു വെൻ ഇറ്റ് ഈസ് ടൈം ടു ലീവ്, നിനക്ക് സ്കൂള് വിട്ടാൽ എന്നെ ഇവിടെ നിന്നെ വെയിറ്റ് ചെയ്യുന്നത് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പം അങ്ങനെ അവനെ ആശ്വസിപ്പിച്ചിട്ട് സ്കൂളിൽ വിടുകയാണ് അല്ലേ. നല്ല ബോൾഡായിരിക്കണം, ഇങ്ങനെ ഷൈ ഒന്നും ആയാൽ പറ്റില്ല എന്ന് പറഞ്ഞ് സ്കൂളിൽ വിടുകയാണ്. ഐ ടുക്ക് ഫ്യൂ സ്റ്റെപ്സ് ദെൻ സ്റ്റോപ്പ്ഡ് ആൻഡ് ലുക്ക്ഡ് ബട്ട് സോ നത്തിങ്, അവന് എന്നിട്ട് 2-3 സ്റ്റെപ്പ് എടുത്തിട്ട് തിരിഞ്ഞു നോക്കി അല്ലേ, ലുക്ക്ഡ് ബട്ട് സോ നത്തിങ്, അവനൊന്നും കണ്ടില്ല. എന്ന് വെച്ചാൽ അവൻ്റെ അച്ഛൻ അവിടെ ഉണ്ടായിരുന്നില്ല, അച്ഛനെ ആണ് അവനെ നോക്കിയത് അല്ലേ. Then faces of boys and girls came to view. I did not know a single one of them. അപ്പോൾ എന്താണ്, അവിടെ ഉണ്ട ബോയ്സും ഗേൾസിനെയൊക്കെ അവന് പിന്നെ അവരാണല്ലോ അവന്, പക്ഷേ അതിൽ ഒരാളെ പോലും അവനക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. നൺ ഓഫ് ദം നോ മീ, അവർക്കും ഇവനെ അറിയുന്നുണ്ടായിരുന്നില്ല. ഐ ഫെൽറ്റ് ഐ വാസ് എ സ്ട്രേഞ്ചർ ഹു ഹാഡ് ലോസ്റ്റ് ഹിസ് വേ, അപ്പോൾ അവന് ഇങ്ങനെ വിചാരിച്ചു, ഞാനൊരു അപരിചിതനാണ്, എൻ്റെ ലോസ്റ്റ് ഹിസ് വേ, എൻ്റെ വഴിയൊക്കെ എനിക്ക് നഷ്ടപ്പെട്ടു. ബട്ട് എ glances of curiosity were directed towards me and a boy approached and asked, who brought you? അപ്പോൾ അവനക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ആ ഒരു ഇതിൽ എന്താണ്, ഒരു കുട്ടി ഇവനോട് വന്നിട്ട് ചോദിക്കുകയാണ്, നിന്നെ ആരാണ് ഇവിടെ കൊണ്ടുവിട്ടത്, ഹൂ ബ്രോട്ട് യു. ഓക്കെ, ഹി സെഡ്. അപ്പോൾ ഇവൻ എന്ത് പറഞ്ഞു, ഓഫ് കോഴ്സ് മൈ ഫാദർ, ഐ വിസ്പേർഡ്, മൈ ഫാദർ, എൻ്റെ അച്ഛനാണ് എന്നെ ഇവിടെ വിട്ടത് അല്ലേ. അപ്പോൾ മൈ ഫാദർ ഈസ് ഡെഡ്, ഹീ സെഡ് ക്യൂട്ട് സിംപ്ലി. ഇവൻ എൻ്റെ അച്ഛനാണ് ഇവിടെ കൊണ്ടുവിട്ടെന്ന് പറഞ്ഞപ്പോൾ ആ കുട്ടി പറഞ്ഞു, എൻ്റെ അച്ഛൻ മരിച്ചുപോയി, മൈ ഫാദർ ഈസ് ഡെഡ്, ഹീ സെഡ് ക്വൈറ്റ് സിംപ്ലി. ഐ ഡിഡ് നോട്ട് നോ വാട്ട് ടു സേ, ദ ഗേറ്റ് വാസ് ക്ലോസ്ഡ്. അപ്പോൾ അവൻ അങ്ങനെ പറഞ്ഞപ്പോൾ ഇവനക്ക് അതിന് എന്ത് മറുപടി കൊടുക്കണമെന്ന് അറിഞ്ഞില്ല. ഓക്കെ, എന്നിട്ട് ഇവനിങ്ങനെ തിരിഞ്ഞു നോക്കിയപ്പോൾ ദ ഗേറ്റ് വാസ് ക്ലോസ്ഡ് ലെറ്റിംഗ് ഔട്ട് എ പെറ്റബിൾ സ്ക്രീൻ. സം ഓഫ് ദ ചിൽഡ്രൻ burst into tears. The bell rang. A lady came along followed by a group of men. The men began sorting us into rank. ഓക്കെ, അപ്പോൾ എന്താണ്, ദ ഗേറ്റ് വാസ് ക്ലോസ്ഡ് ലെറ്റിംഗ് ഔട്ട് എ പിറ്റിയബിൾ സ്ക്രീൻ എന്ന് വെച്ചാൽ ആ ഗേറ്റ് ഇങ്ങനെ ഭയങ്കര ഓൾഡായിട്ടുള്ള ഗേറ്റാണ്. അപ്പോൾ അത് അടുക്കുമ്പോൾ ഭയങ്കരമായിട്ടുള്ള സൗണ്ട് ഇല്ലാണല്ലേ, ആ സൗണ്ടാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ സം ഓഫ് ദ ചിൽഡ്രൻ ബേഴ്സ്റ്റ് ഇൻ ടു ടിയേഴ്സ്, കുറേ കുട്ടികൾ കരയാനും തുടങ്ങി അല്ലേ. ദ ബെൽ റാങ്, പെട്ടെന്ന് ബെല്ലടിച്ചു. എ ലേഡി കെയിം അലോങ്, ഒരു ലേഡി വന്നു. ഫോളോഡ് ബൈ ഗ്രൂപ്പ് ഓഫ് മെൻ, പിന്നെ കുറേ ഗ്രൂപ്പ് ഓഫ് മെൻ വന്നു. അവരാരാണ്, നമുക്കറിയാം അല്ലേ, ടീച്ചേഴ്സും ഒക്കെ ആരാ. അപ്പോൾ ദ മെൻ ബിഗൻ സോർട്ടിങ് അസ് ഇൻ ടു റാങ്ക്, അങ്ങനെ അവർ ഓരോ കുട്ടികളെ ഇങ്ങനെ സോർട്ട് ഔട്ട് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, എന്നിട്ട് അവർ പറഞ്ഞു, ദിസ് ഈസ് യുവർ ന്യൂ ഹോം, ഇത് നിങ്ങളുടെ പുതിയ വീടാണ്. സെയ്ഡ് ദ വുമൻ. ഹിയർ ടു ദർ ആർ mothers and fathers. Here there is everything that is enjoyable and beneficial to knowledge and life. എന്ത് പറഞ്ഞു, ഇത് നിങ്ങളുടെ വീടാണ്, ഇവിടെ നിങ്ങൾക്ക് മദേഴ്സും ഉണ്ട് ഫാദേഴ്സും ഉണ്ട് അല്ലേ, എല്ലാവർക്കും അച്ഛനും അമ്മയൊക്കെ ഉണ്ട്, പിന്നെ
എവറിത്തിങ് ഈസ് എൻജോയബിൾ. ഇവിടെയുള്ള എല്ലാ കാര്യങ്ങളും നല്ല എൻജോയ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ എന്താണ്, ബെനിഫിഷ്യൽ ടു നോളജ് ആൻഡ് ലൈഫ്. നമ്മുടെ ജീവിതത്തിലേക്ക് ആവശ്യമുള്ള കാര്യമാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. ഡ്രൈ യുവർ ടിയേഴ്സ് ആൻഡ് ഫേസ് ലൈഫ് ജോയ്ഫുള്ളി വോണ്ട് യു. അപ്പോൾ നിങ്ങളുടെ ടിയേഴ്സൊക്കെ നിങ്ങൾ വൈപ്പ് ചെയ്യുക, എന്നിട്ട് എന്താണ് നല്ല ജോയ്ഫുള്ളിലെ ആയിട്ട് നമുക്ക് പോവാം. വോണ്ട് യു, നിങ്ങൾക്ക് എങ്ങനെ ആവണ്ടേ എന്നാണ് ചോദിക്കുന്നത്. Next, we submitted to the fact, and this submission brought a sort of contentment. Living beings are drawn to other living beings, and from first moment my heart made friend with such boys and way to my friend, and fell in love with such girls I was to be loved with. It seemed to my misgiving had no basis. ഓക്കെ, അപ്പോൾ എന്താണ് സബ്മിറ്റ്? നമുക്കറിയാം അല്ലേ, നമ്മൾ ലിവിങ് തിങ്സ്, നമ്മൾ ഹ്യൂമൻസ് എന്ന് വെച്ചാൽ സോഷ്യൽ ആനിമൽസ് ആണ്. എന്ന് വെച്ചാൽ നമ്മൾ പരസ്പരം ഹെൽപ്ഫുള്ളാണ് അല്ലേ, മറ്റുള്ളവരെ കൊണ്ടും കൊടുത്തുമൊക്കെ സഹായിച്ച് ജീവിക്കുന്നവരാണ് അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ എന്താണ്, ആ ഒരു ഫസ്റ്റ് മൊമെൻറ്റിൽ ആ ഫസ്റ്റ് പറഞ്ഞ എന്താണ്, and from first moment my heart made friend with such boys were to be my friend, and fell in love with such girls I was to be in love with. Then it seems to be my misgiving had no basis. ഓക്കെ, അപ്പോൾ അവന് അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരോടൊക്കെ കുറച്ച് സ്നേഹം തോന്നി അല്ലേ. ഓക്കെ, then I had never imagined school would have this rich variety. We played all sort of games, swings, the watering, the horse ball games. അപ്പോൾ അവന് ഒരിക്കലും വിചാരിച്ചിരുന്നില്ല സ്കൂൾ എന്ന് വെച്ചാൽ ഇത്ര ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു പ്ലേസ് ആണെന്ന് അവന് വിചാരിച്ചിരുന്നില്ല കേട്ടോ. അവർ കുറേ ഗെയിംസൊക്കെ കളിക്കാൻ തുടങ്ങി. സ്വിങ്സ്, ഊഞ്ഞാലുണ്ടായിരുന്നു, വോൾച്ചറിങ്, ഹോഴ്സ് ബോൾ ഗെയിംസ് ഒക്കെ ഉണ്ടായിരുന്നു. ആൻഡ് in the music room we chanted out our first song. We also had our first introduction to the language. We saw a globe of earth which revolved and showed the various continents and countries. ഓക്കെ, അപ്പോൾ അവർ മ്യൂസിക് റൂമിൽ പോയി എന്താണ് ഫസ്റ്റ് സോങ്സ് ഒക്കെ പാടി അല്ലേ. ആൻഡ് വി ഓൾസോ ഹാഡ് എ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ടു ദ ലാംഗ്വേജ്. പിന്നെന്താണ്, വി സോ എ ഗ്ലോബ് ഓഫ് എർത്ത്. സ്കൂൾസിലൊക്കെ ഉണ്ടാവും, സ്കൂളിൽ നമുക്ക് കണ്ടിട്ടുണ്ടാവും അല്ലേ, ഗ്ലോബ് ഉണ്ടാവും അല്ലേ. അപ്പോൾ അതിൽ ടീച്ചേഴ്സ് ഇവർക്ക് കാണിച്ചു കൊടുത്ത് എന്താണ് അത് കറങ്ങുന്നതും വേരിയസ് കോണ്ടിനെൻറ്റും കൺട്രീസൊക്കെ കണ്ടു. വി സ്റ്റാർട്ടഡ് ലേണിംഗ് ദ നമ്പേഴ്സ്. പിന്നെന്താണ്, നമ്പേഴ്സ് പഠിക്കാൻ തുടങ്ങി. വി എയ്റ്റ് ഡെലീഷ്യസ് ഫുഡ്. നല്ല ഭക്ഷണം, ഡെലീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കഴിക്കാൻ തുടങ്ങി. ടുക്ക് എ ലിറ്റിൽ നാപ്പ്. കുറച്ച് ഉറങ്ങും. ചെറിയ ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ചെറുതായിട്ട് ഉറക്കമൊക്കെ ചെയ്യും സ്കൂളിൽ. അപ്പോൾ ലിറ്റിൽ നാപ്പ്. ആൻഡ് വോക്ക് അപ്പ് ടു ഗോ വിത്ത് ഫ്രണ്ട്ഷിപ്പ് ആൻഡ് ലവ് പ്ലേ ആൻഡ് ലേണിംഗ്. എന്നിട്ട് അത് കഴിഞ്ഞ ശേഷം അവർ ഫ്രണ്ട്സുമായിട്ട് വീണ്ടും പോയിട്ട് കളിക്കാനും പഠിക്കാനും ഒക്കെ തുടങ്ങി. ഓക്കെ, അപ്പോൾ എന്താണ് ഫസ്റ്റ് ആദ്യം ഈ കുട്ടി കുറച്ച് സ്കൂളിൽ വരാൻ ഒരു മടിയുള്ള കൂട്ടത്തിലാണ്, ലേസി ആയിരുന്നു അല്ലേ. പിന്നെ അതെന്ത് ചെയ്തു, ഒരു ക്യൂരിയോസിറ്റി ആയി മാറി. പിന്നെ ഇവന് കുറേ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തു അല്ലേ. ഒരു ടൈം ചേഞ്ച് ആകുന്ന പോലെ ഇവന് അങ്ങനെ ആദ്യം ഒരു ലേസിനെസ്സിൽ നിന്ന് ക്യൂരിയോസിറ്റിയിലേക്ക് മാറി. പിന്നെ എന്താണ്, കുറേ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തു അല്ലേ. ഓക്കെ, as our path revealed itself to us, however, we did not find it totally sweet and unclouded. ഓക്കെ, അങ്ങനെ അവർ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം സത്യം മനസ്സിലാക്കി. എന്താണ്, ഈ സ്കൂളെന്ന് പറയുന്നത് ടോട്ടലി ഒരു സ്വീറ്റ് ആയിട്ടുള്ള സ്ഥലമല്ല. ഓക്കെ, ഡസ്റ്റ് ലാഡൻ വിൻഡ് ആൻഡ് അൺഎക്സ്പെക്റ്റഡ് ആക്സിഡൻറ്റ് കുഡ് ഹാവ് ഹാപ്പൻ സഡൻലി. പെട്ടെന്ന് കുറച്ച് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നടന്നു. ഡസ്റ്റ് ലാഡൻ വിൻഡ് ആൻഡ് എന്ന് വെച്ചാൽ ഒരു കൊടുങ്കാറ്റ് എന്നൊക്കെ പറയും, മണൽക്കാറ്റ്. ഓക്കെ, ആൻ ആക്സിഡൻറ്റ് ഹാപ്പൻഡ്. സോ വി ഹാഡ് ടു ബി വാച്ച്ഫുൾ ആൻഡ് വെരി പേഷ്യൻറ്റ്. നമ്മൾ നല്ല പേഷ്യൻ്റ് ആയിരിക്കണം. ഇറ്റ് വാസ് നോട്ട് ഓൾ എ മാറ്റർ ഓഫ് പ്ലേയിങ് ആൻഡ് ഫൂളിങ് അറൗണ്ട്. ഇവിടെ എന്താണ്, കളിക്കാൻ മാത്രമുള്ള അല്ലെങ്കിൽ പ്ലേഫുള്ളായിട്ടുള്ള മാത്രം ഒരു സ്ഥലമല്ല. അത്ര കാര്യങ്ങൾ അത്ര സ്വീറ്റ് അല്ല അല്ലേ. റിവൽസ് could bring about pain and hatred of give rise to fighting, and while the woman would sometimes smile, she would often scowl and call. ആദ്യം ഇവനോട് ചിരിച്ച ആ മാമില്ലേ,
ആ മാം എപ്പോഴും സ്വീറ്റ് ഒന്നും ആയിരുന്നില്ല. ഷീ വുഡ് ഓഫൺ സ്കൗൾ ആൻഡ് കോൾ, ഭയങ്കര സ്കോൾഡും ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു, വഴക്കൊക്കെ പറയാറുണ്ടായിരുന്നു. ഓക്കെ. ഈവൻ മോർ ഫ്രീക്വൻ്റ്ലി ഷീ വുഡ് റിസോർട്ട് ടു ഫിസിക്കൽ പണിഷ്മെൻറ്റ്. അതുമാത്രമല്ല ഫ്രീക്വൻ്റായിട്ട് ഇവർക്ക് ഫിസിക്കൽ പണിഷ്മെൻറ്റും കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ. The bell rang announcing the passing of the day and the end of work. അപ്പോൾ എന്താണ്, ബെല്ലടിച്ചു. ബെൽ റാങ് അനൗൺസിങ് ദ പാസിങ് ഓഫ് ദ ഡേ അറ്റ് ദ എൻഡ് ഓഫ് ദ വർക്ക്. ഓക്കെ, അപ്പോൾ അങ്ങനെ ആ ദിവസം കഴിഞ്ഞു, അങ്ങനെ സ്കൂളിൻ്റെ ബെല്ലടിച്ചു അല്ലേ. The throngs of children rushed towards the gate which was opened again. അങ്ങനെ കൂട്ടത്തോടെ അല്ലേ, ത്രോങ്സ് എന്ന് വെച്ചാൽ കൂട്ടത്തോടെ കുട്ടികൾ എന്താണ് ഗേറ്റിൻ്റെ ഭാഗത്തേക്ക് ഓടാൻ തുടങ്ങി. നേരത്തെ ക്ലോസ് ചെയ്ത ഗേറ്റ് നൗ ഇറ്റ് ഓപ്പൺ എഗെയിൻ. ഐ ബേഡ് ഫെയർവെൽ ടു ഫ്രണ്ട്സ് ആൻഡ് സ്വീറ്റ് ഹേർട്ട് ആൻഡ് പാസ്ഡ് ത്രൂ ദ ഗേറ്റ്. അങ്ങനെ ഇവന് ഫ്രണ്ട്സിനോടൊക്കെ ഫെയർവെൽ പറഞ്ഞിട്ട്, യാത്ര പറഞ്ഞിട്ട് എന്ത് ചെയ്തു, ഗേറ്റിൻ്റെ അടുത്തേക്ക് വന്നു അല്ലേ. ഐ പിയർഡ് അറൗണ്ട് ബട്ട് ഫൗണ്ട് നോ ട്രേസ് ഓഫ് മൈ ഫാദർ. ഓക്കെ, അപ്പോൾ അച്ഛനിവന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, അച്ഛനിവനോട് ക്ലാസ് കഴിഞ്ഞിട്ട് പുറത്ത് വരുമ്പോൾ ഞാനിവിടെ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടാവും അല്ലേ. പക്ഷേ ഇവന് പുറത്തിറങ്ങിയപ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. നോ ട്രേസ് ഓഫ് മൈ ഫാദറിൻ്റെ ഒരു പൊടി പോലും ഉണ്ടായിരുന്നില്ല. വു ഹാഡ് പ്രോമിസ് ടു ബി ദേർ. ആദ്യം പ്രോമിസ് ചെയ്തിരുന്നു അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ കണ്ടിന്യൂഷൻ നെക്സ്റ്റ് ക്ലാസ്സിലെടുക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്റ്റോറിയിലുടനീളം ടൈമിനെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, ടൈം എങ്ങനെയാണ്, എത്ര വേഗമാണ് ടൈം പാസ് ചെയ്യുന്നത്, അതിനെക്കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു ക്ലാസ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ കണ്ടിന്യൂഷൻ നെക്സ്റ്റ് പാർട്ടിലെടുക്കാം. ഓക്കെ, അപ്പോൾ എൻ്റെ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ബൈ.